എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. ഇന്ന് ഒരു മെഡിക്കൽ എമർജൻസിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പ്രസവ സമയത്തോ ഡെലിവറിയുടെ സമയത്തോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമോ ഉണ്ടാകാവുന്ന ഒരു ഗുരുതരമായ അവസ്ഥയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇതുണ്ടായിക്കഴിഞ്ഞാൽ, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ മരണം 20% മുതൽ 60% വരെയാണ്. പക്ഷേ വളരെ റെയറായിട്ട് മാത്രമാണ് ഇത് സംഭവിക്കാറുള്ളൂ. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാവുന്ന ഒരു അവസ്ഥാന്തരമാണ് ഇത് സൃഷ്ടിക്കുന്നത്. സോ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം. അപ്പോൾ എന്താണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം? പ്രസവ സമയത്ത് കുട്ടിയുടെ ഡെബ്രിസ്, ഫീറ്റൽ ഡെബ്രിസ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് നമ്മുടെ ഗർഭാശയത്തിലുള്ള കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി കുട്ടിക്ക് ഗർഭാശയത്തിനുള്ളിൽ ന്യൂട്രിയൻസും അതിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സൊക്കെ നീക്കം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻലെസ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉണ്ടാകുന്ന ഒരു ഫ്ലൂയിഡാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നുള്ളത്. പ്രസവ സമയത്ത് ഡെലിവറി ചെയ്യാൻ നേരത്ത് അമ്മ വളരെയധികം ബലം കൊടുത്തിട്ടാണ് കുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മയുടെ യുട്രസിലുള്ള വെസൽസും വെയിൻസൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് മറ്റേണൽ വെയിൻസിലേക്ക്, അമ്മയുടെ പൊട്ടിയ വെയിൻസിനുള്ളിൽ കയറുകയാണ്. അല്ലെങ്കിൽ ഫീറ്റൽ ഡെബ്രിസ്, ഫീറ്റൽ വേസ്റ്റ് മാറ്ററുകൾ അമ്മയുടെ പൊട്ടിയ വെയിൻസിനുള്ളിൽ കയറുകയാണെങ്കിൽ അതുമതി ഒരു ഗുരുതരമായ അവസ്ഥ സൃഷ്ടിക്കാൻ. അങ്ങനെ ആംനിയോട്ടിക് ദ്രവം അമ്മയുടെ രക്തത്തിലെത്തുന്നു. അതൊരു ഫോറിൻ ആൻറ്റിജൻ ആണല്ലോ. കുട്ടിയുടെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ കുട്ടിയുടെ ഡെബ്രിസ് എന്ന് പറയുമ്പോൾ ഒരു ഫോറിൻ മാറ്റർ ആണ്. ഒരു ഫോറിൻ മാറ്റർ മറ്റേണൽ ബ്ലഡിലെത്തുമ്പോൾ ഒരു പ്രതിരോധ പ്രവർത്തനം അമ്മയുടെ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു കൊയാഗുലേഷൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ബ്ലഡ് കട്ട പിടിക്കുന്ന ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ആക്കപ്പെടുന്നു. ഒരുപാട് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യപ്പെടുന്നു. ഈ ഇൻഫ്ലമേറ്ററി മീഡിയേഴ്സിൻ്റെ റിലീസ് കാരണം നമ്മുടെ ലങ്സിലുള്ള വെസൽസ് സ്പാസം ആവുന്നു, കൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയാവുന്നു. അത് പൾമണറി ഹൈപ്പർ ടെൻഷനിലേക്ക് നയിക്കുന്നു. പൾമണറി ഹൈപ്പർ ടെൻഷനിലേക്ക് നയിക്കുന്നത് കാരണം നമ്മുടെ പൾമണറി വെസൽസ് നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പൾമണറി ഹൈപ്പർ ടെൻഷൻ കാരണം റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നു. റൈറ്റ് ഫെയിലിയർ കാരണം ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡ് ഫെയിലിയറിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡും ഗ്രാജുവലി ഫെയിലിയറിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അതായത് പൾമണറി ഹൈപ്പർ ടെൻഷൻ, കാർഡിയോജനിക് ഷോക്ക്, മറ്റൊരു ഗുരുതരമായ കോംപ്ലിക്കേഷൻ ഉണ്ടാകാറുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, നമ്മുടെ അമ്മയുടെ ബ്ലഡിലുള്ള ക്ലോട്ടിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ആക്കപ്പെടുന്നു. രക്തം കട്ട പിടിക്കുന്ന ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്നത്? അമ്മയുടെ ശരീരത്തിലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് മൊത്തം ഉപയോഗിച്ചുകൊണ്ടാണ് രക്തം കട്ട പിടിക്കുന്നത്. ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാത്ത ഒരവസ്ഥ വരുന്നു. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ബ്ലീഡിങ് ഉണ്ടാകുന്നു. അങ്ങനെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അമ്മയുടെ ശരീരത്തിൻ്റെ പലയിടത്തു നിന്നും ബ്ലീഡിങ് നമുക്ക് കാണാൻ കഴിയും. ഗം ബ്ലീഡിങ്, മൗത്ത് ബ്ലീഡിങ്, ഇൻറ്റേർണലായിട്ട് അബ്ഡോമിൻ്റെ അകത്ത്, നമ്മുടെ വയറിനകത്ത് ഇൻറ്റേർണലായിട്ടുള്ള ബ്ലീഡിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഡിസമേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ എന്ന് വിളിക്കുന്നത്. വളരെ മാരകമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇത്. ഈ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ICU അഡ്മിഷൻ എന്തായാലും വേണ്ടതാണ്. ICUവിൽ കിടന്ന് മെക്കാനിക്കൽ വെന്റിലേറ്ററിൻ്റെ സഹായം തേടി ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് രീതി നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് റിസ്ക് ഫാക്ടറിലേക്ക് പോകാം. ആർക്കൊക്കെയാണ് ഈ അവസ്ഥ വരാൻ ചാൻസ് ഉള്ളത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്, അഡ്വാൻസ്ഡ് മറ്റേണൽ ഏജ്. ഒരു 35 വയസ്സിന് മേലെ പ്രഗ്നൻസി ധരിച്ച ഒരു സ്ത്രീ, മൾട്ടി പാരിറ്റി ഉള്ളവർ, ഒരുപാട് കുട്ടികളുള്ളവർ, നേരത്തെ സിസേറിയൻ സെക്ഷൻ ചെയ്തുള്ള പ്രസവം, അല്ലെങ്കിൽ വാക്വം അസിസ്റ്റഡ് ഡെലിവറി, പിന്നെ നമ്മൾ ഓക്സിറ്റോസിൻ ഒക്കെ കൊടുത്തിട്ട് ഗർഭം ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ പോളിഹൈഡ്രാമിനോസ് എന്ന് പറയുന്ന അവസ്ഥ, അതായത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒരുപാട് എമൗണ്ടിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. പിന്നെ പ്ലസൻറ്റ പ്രിവിയ, പ്ലസൻറ്റൽ അബ്രപ്ഷൻ, പ്ലസൻറ്റ
റപ്ചറായി ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അവസ്ഥകളിലെല്ലാം ഈ ഒരു റെയർ ഈവൻറ്റ് പക്ഷേ ഗുരുതരമായ ഒരവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങൾ നോക്കാനുള്ള കണ്ടുപിടിക്കാനുള്ള സമയം പോലും തരില്ല. ഡെലിവറിയുടെ സമയത്ത് അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം വളരെ പെട്ടെന്നായിരിക്കാം അമ്മയ്ക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വരുന്നു, പെട്ടെന്നൊരു ഫ്ലാറ്റ് ലൈൻ വരുന്നു, ECGയിൽ ഹൃദയസ്തംഭനം വരുന്നു, അസിസ്റ്റോൾ എന്ന അവസ്ഥ, കാർഡിയക് അറസ്റ്റ് എന്ന അവസ്ഥ. പെട്ടെന്ന് തന്നെ നമ്മൾ CPCR തുടങ്ങുന്നു, ട്യൂബ് ട്രക്കിയിലേക്ക് ഇട്ട് മെക്കാനിക്കൽ വെന്റിലേഷനിലേക്ക് അമ്മയെ മാറ്റുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നതാണ് DIC. ഞാൻ നേരത്തെ പറഞ്ഞു, രക്തം കട്ട പിടിക്കാൻ അമ്മയുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് മൊത്തം ഉപയോഗിച്ച് അവസാനം ബ്ലീഡിംഗ് വരുന്ന ഒരവസ്ഥ, പലയിടത്തു നിന്നും ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരവസ്ഥ. വേണ്ട രീതിയിലുള്ള ഇൻറ്റൻസ് ICU മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഗുരുതരമായ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ എമർജൻസി മാനേജ്മെൻറ്റിലേക്ക് വരാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, പെട്ടെന്നൊരു ശ്വാസതടസ്സം വരും അമ്മയ്ക്ക്. അപ്പോൾ നമ്മൾ ഓക്സിജൻ കൊടുത്തു നോക്കും. ഓക്സിജൻ കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ആവുന്നില്ലെങ്കിൽ നമുക്ക് ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിലേക്ക് ട്യൂബ് ഇട്ടിട്ട് ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിൻ്റെ സഹായം തേടേണ്ട ഒരവസ്ഥ വരുന്നു. രണ്ടാമത്തെ കാര്യം, അമ്മയുടെ BP കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. കാരണം ഞാൻ പറഞ്ഞു ഷോക്ക് ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു, കാർഡിയോജനിക് ഷോക്ക് ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ BP കുറഞ്ഞു പോവുകയാണെങ്കിൽ BP കൂട്ടാനുള്ള മരുന്നുകൾ, നോറഡ്രിനാലിൻ പോലുള്ള മരുന്നുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ കാർഡിയക് അറസ്റ്റ് എന്നൊരവസ്ഥ വരുവാണെങ്കിൽ CPCR സ്റ്റാർട്ട് ചെയ്യുന്നു. റിതം ഡിസ്റ്റർബൻസസ് വല്ലതും ECGയിൽ വരുവാണെങ്കിൽ നമ്മൾ ഷോക്ക് കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ രക്തം കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. പല ബ്ലഡ് പ്രൊഡക്ട്സും, ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് പോലുള്ള പല ബ്ലഡിൻ്റെ ഘടകങ്ങളും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അത്. അമ്മയ്ക്ക് ഒരു എമർജൻസി വന്നു അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് വന്നു എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ഒരു 4 തൊട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ കുട്ടിയെ സിസേറിയൻ സെക്ഷൻ ചെയ്തിട്ട് പുറത്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടിയുടെ ജീവന് തന്നെ ആപത്താകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പെരിമോർട്ടം സിസേറിയൻ സെക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അത് ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ICUവിലെ മാനേജ്മെൻറ്റിന് ശേഷം അമ്മയ്ക്ക് ശ്വാസതടസ്സമൊന്നുമില്ല, ഓക്സിജൻ്റെ ലെവലൊക്കെ ഓക്കെയാണ്, ഹൃദയം ഓക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ബ്ലീഡിംഗ് പാരാമീറ്റേഴ്സൊക്കെ, കോയഗുലേഷൻ പാരാമീറ്റേഴ്സൊക്കെ ഓക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായ ശേഷം മാത്രമാണ് ICUവിൽ നിന്ന് അമ്മയെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത് വളരെ റെയറായിട്ടുള്ള ഒരു ഫിനോമിനനാണ്, പക്ഷേ സംഭവിച്ച് കാണാറുണ്ട്. നിങ്ങളുടെ ഒരു അവെയർനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞ ഒരു കാര്യമാണിത്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു അവെയർനെസ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മെഡിക്കൽ എമർജൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.